നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇത് നല്ലൊരു കൺസോളിഡേറ്റഡ് ഡേ ആയിരുന്നു. എങ്കിലും നമുക്ക് അത്യാവശ്യം ട്രേഡ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. നോക്കിക്കോളാം. നമ്മളുടെ ആദ്യത്തെ 15 മിനിറ്റ്സ് തന്നെ നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റിയുടെ പി പൊസിഷൻ ഇടിഞ്ഞു വന്ന് സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ് അല്ലേ. ഇവിടെയും ഏകദേശം സെക്കൻഡ് ലെവലിൽ തന്നെയാണ്. ഇവിടുന്ന് ചെറുതായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. തന്നെ ഇവിടുത്തെ സി പൊസിഷനാണ് കയറി വന്നിട്ട് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നു. ഓക്കെ, ഇവിടെ സെക്കൻഡ് ക്യാൻഡിലാണ്. ഇത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യത്തെ 15 മിനിറ്റ്സിൽ പി പൊസിഷൻ ഇടിഞ്ഞ് വന്ന് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സി പൊസിഷൻ കയറിപ്പോയിട്ട് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഫിനിഫ്റ്റിയിലേക്ക് നോക്കാം. ഫിനിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഫിനിഫ്റ്റിയുടെ പി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ സി പൊസിഷൻ കയറിപ്പോയിട്ട് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു പി പൊസിഷൻ, അതായത് അവിടെ നിന്നൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കാൻ പോകുന്നല്ലേ. അപ്പോൾ 3 കൺഫേംഡ് ആണ്, അവിടെ 3 കൂടുതലും കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്കതിൽ എന്തായാലും എടുക്കാം. അപ്പോൾ നമുക്കൊരു പി പൊസിഷനിലേക്ക് പോകാം. പി പൊസിഷൻ നമ്മൾ നിഫ്റ്റിയിൽ നോക്കിക്കേ. നിഫ്റ്റിയിലാണെങ്കിൽ ആ പി പൊസിഷൻ എത്രത്തോളം പോയിട്ടുണ്ട്. ഇത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം, കാരണം ഇതൊരു ഫർ ഔട്ട് ഓഫ് ദ മണിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ 348 രൂപയുടെ ഐറ്റം അപ്പോൾ തന്നെ ഒരു 50 പോയിൻറ്റ് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് അത് 448 വരുന്നത്. 100 പോയിൻറ്റോളം വന്നിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ ഒരു 2-3 ക്യാൻഡിൽസിൽ തന്നെ നമുക്ക് എന്താ 50 പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു ട്രേഡ് പോയിൻ്റ് ആയിരുന്നു അത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷേ അത് ഇൻഡെക്സ് കൺഫേം ചെയ്യുന്നില്ല കേട്ടോ. ഇൻഡെക്സിൽ സെൻസെക്സ് കൺഫേം ചെയ്യുന്നില്ല, പക്ഷേ ഫ്യൂച്ചർ കൺഫേം ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ അതേസമയം വന്നിട്ട് സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിൽ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് അതിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു 100% ആക്യുറസി നമ്മുടെ ഇൻഡെക്സ് പ്രകാരം പറയാൻ പറ്റില്ല, കാരണം ഇൻഡെക്സ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് സെക്കൻഡ് ലെവലിൽ നിന്ന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞു. സെൻസെക്സ് ആണെങ്കിൽ വന്നിട്ട് ദെൻ ഇവിടെ കണ്ട ബോർഡർ ലൈൻ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് ആദ്യത്തെ 15 മിനിറ്റ്സിലെ ട്രേഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് പ്രകാരം കൺഫേംഡ് അല്ല, പക്ഷേ സ്ട്രൈക്ക് പ്രകാരം കൺഫേംഡ് ആയിരുന്നു. ഇൻഡെക്സ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കാനായിട്ട് കാരണം സെൻസെക്സ് ഒക്കെ വന്നിട്ട് ബോർഡർ ലൈനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അത് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത ട്രേഡ് പോയിന്റ് വരുന്നത് ഇതാ ഈ ബാക്കിൽ നിന്ന് തേർഡ് ക്യാൻഡിൽ നോക്കിക്കേ. ബാക്കിൽ നിന്നുള്ള തേർഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ അതേ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അതേസമയം ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് കണ്ടോ. അതായത് ഇറങ്ങി വന്നിട്ട് സി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. ദെൻ ഇവിടുത്തെയും സി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. ദെൻ പി പൊസിഷനാണ് കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ. ആ ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഇൻഡെക്സും കൺഫേം ചെയ്യുന്നുണ്ട് കണ്ടോ. അതായത് നോക്കിക്കേ, ഇൻഡെക്സും അതേസമയം സെൻസെക്സ് എവിടെയാണ്, ഒരു സപ്പോർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അവിടുന്ന് ഒരു മൂവ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതേസമയം ഫ്യൂച്ചറും ഏകദേശം ആ ഒരു പോയിന്റിൽ തന്നെയാണ്. അവിടുന്ന് ഒരു റിജക്ഷൻ പോയിന്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സും കൺഫേംഡ് ആയിരുന്നു, സ്ട്രൈക്കും കൺഫേംഡ് ആയുള്ള ഒരു പോയിന്റ് ആയിരുന്നു അത്. അവിടുത്തെ ബാങ്ക് നിഫ്റ്റിയൊക്കെ എത്രത്തോളം പോയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കേ. ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു 1000 പോയിന്റിൽ നിന്ന് ഒരു 100 പോയിൻറ്റ്സിന് മൂവ് ചെയ്തിട്ടുണ്ട്. 100 പോയിൻറ്റ്സ് എബോയിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്. 150 പോയിൻറ്റ്സോളം നമുക്കവിടെ ഒരു ട്രേഡ് പോയിന്റ് തന്നൊരു ട്രേഡായിരുന്നു അത്. അതിനുശേഷം നമ്മൾ ഒരു ട്രേഡിലേക്ക് വരുന്നത് ബാക്കിൽ നിന്ന് തന്നെ 1 2 3 4 5 സിക്സ്ത് ക്യാൻഡിലായപ്പോഴത്തേക്ക് എന്താ നമ്മളുടെ പി പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്, സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്തും പി പൊസിഷൻ സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. സി പൊസിഷൻ ആണെങ്കിൽ കയറിപ്പോയിട്ട് സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെ പി പൊസിഷൻ ഇറങ്ങി സെക്കൻഡ് ലെവലിലും സി പൊസിഷൻ കയറി സെക്കൻഡ് ലെവലിലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ 3 കൺഫേംഡ് ആണ്. അവിടെയും ഒരു ട്രേഡ് പോയിന്റ് ഉണ്ടാകാം. അത് നമ്മളുടെ ഇൻഡെക്സ് കൺഫേം ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് പ്രകാരം അതേസമയം കണ്ടോ സെൻസെക്സ് ഒക്കെ കണ്ടോ ഒരു റിജക്ഷൻ പോയിന്റിൽ വന്നിട്ടുണ്ട് അല്ലേ. ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് സെൻസെക്സ്. അപ്പോൾ അവിടെ നല്ലൊരു ഫോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോൾ ക്രിയേറ്റ് ചെയ്തത് ഒറ്റ ഫോൾ പോയിന്റിൽ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സപ്പോർട്ടിംഗ് പോയിന്റിലേക്ക് അത് പോയത് കൊണ്ടാണ് ആ ഒറ്റ ഫോൾ ക്യാൻഡിൽ മാത്രം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു റേഞ്ച് അവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിലൊക്കെ എത്രത്തോളം പോയിന്റ് പോയിട്ടുണ്ടെന്നൊക്കെ ഒരു പി പൊസിഷൻ അല്ലേ അതെ 170 രൂപയുടെ ഒരു ഐറ്റം പോയിട്ടുള്ളത് ഒരു 190 എബോ പോയിട്ടുണ്ടല്ലേ. 20 പോയിൻറ്റ്സ് എബോ റിട്ടേൺ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രൈക്കിൽ വെച്ചുകൊണ്ടും ഇൻഡെക്സ് വെച്ചുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം. കൺസോളിഡേഷൻ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു ലെവൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.